ത്യാഗമാണ് എന്ന് ആളുകളെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ച ഒരു ഡോക്ടറുടെ പാഷന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നായി ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ച ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ് ഒരുപാട് ജീവിതങ്ങൾക്ക് ഇൻസ്പിറേഷനായി മാറിയുള്ളത്. ലോകത്തിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മോഡലായി നിന്ന ഒരാൾ. മാത്രമല്ല, വൃക്കമാറ്റത്തെക്കുറിച്ച് ഒരുപാട് ധാരണാപേക്ഷകൾ നാട്ടിൽ പ്രചരിക്കുമ്പോഴും അതിനപ്പുറം ഇത് മനുഷ്യജീവൻ സംരക്ഷിക്കാനുള്ള വലിയൊരു ത്യാഗമാണ് എന്ന് ആളുകളെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ച ഒരു ഡോക്ടറുടെ വിയോഗമാണ് ആ വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഡോക്ടർ മുറിയിൽ ഞാൻ കയറിയ ഒരു ദിവസം പുറത്ത് കുറേ രോഗികൾ അവരുടെ ഊഴം കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടർ നമ്മൾ കത്തിവെക്കണ്ട, നമുക്ക് സംവാദം പുറത്ത് നടത്താം, രോഗികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് വരാനുള്ളത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ മറുപടി, താങ്കളെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ എൻ്റെ ഇടപെടലുകൾ ഞാൻ സമ്പന്നമാക്കാൻ തീരുമാനിച്ചുകൊണ്ടായി സംസാരിക്കുന്നു. അവരോട് ഇരിക്കും, അവരൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇവർ എന്നോട് കുറേ നേരം സംസാരിച്ചു. ഞാൻ പരമാവധി സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചു. കാരണം ഈ പുറത്ത് വളരെ ദൂരേക്കൊക്കെ പോകേണ്ട രോഗികളാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നലുള്ളത്. കാരണം ഇദ്ദേഹത്തെ പോലെ വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ, ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരാൾ, താൻ ചെയ്ത 2500 സർജറികളിൽ വിജയിച്ച ഒരാൾ. നാളെ ഒരു ജീവിതം സ്വപ്നം കണ്ട് ഈ ഒരു മനുഷ്യന്റെ കയ്യിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ പുതിയൊരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ചു വന്ന ആയിരക്കണക്കിന് പാഷന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നായി ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. ജീവിതത്തിന്റെ പുതിയൊരു നാളെ സ്വപ്നം കണ്ടു കഴിയുന്ന ആയിരക്കണക്കിന് കിഡ്നി പേഷ്യൻസ് ആണ് ഇപ്പൊ നിരാശയുടെ പടുകുടിയിലായിരിക്കുന്നത്. അവരാണ് ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുന്നത്. സ്വന്തം പ്രൊഫഷൻ, ആ പ്രൊഫഷനോളം പാഷനോളം മറ്റൊന്നും സ്വന്തം ജീവിതത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാഷനേറ്റായ പ്രൊഫഷനിൽ ഒരു പരാജയത്തിന്റെ സാധ്യത ഉണ്ടായി അതിൽ ഭേദം ജീവിക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന്റെ സ്മരണയ്ക്ക് മുമ്പിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ചേരാൻ ആഗ്രഹിക്കാത്ത വിധമുള്ള വിശ്വസിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു ഫിനോമിനൻ തന്നെയായിരുന്നു ഡോക്ടർ. ഒരു വൺ ഓഫ് ഒക്കെ അദ്ദേഹം തോൽപ്പിച്ചു എന്ന് പറയും. ഒരുപാട് പേര് ഇപ്പോഴും ആൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കുന്നില്ല ആൾക്കാർ. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ വളരെ ലളിതമാക്കി ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുക്കാൻ ഈ ആശുപത്രി മുഖാന്തരം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരുപാട് ജീവിതങ്ങൾക്ക് ഇൻസ്പിറേഷനായി മാറിയുള്ളത്. പ്രതിഭാശാലിയായ ഒരു ഡോക്ടർ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടർ എന്ന് ചരിത്രം വിശേഷിപ്പിക്കാൻ പോകുന്ന ഒരാളാണ് ഡോക്ടർ ജോർജ് പുളിയപ്രാട്. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന ഘട്ടമാണെന്ന് തോന്നി നിൽക്കുന്ന ഇടത്തിൽ നിന്ന് നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് ഇനിയും ഒരുപാട് വർഷം ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു മനുഷ്യൻ. ഡോക്ടറാവാൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മരണത്തെക്കുറിച്ച് രാജ്യം പറയുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ച ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, മാത്രമല്ല ഡോക്ടർ ആയതിനു ശേഷം അദ്ദേഹം കാണിച്ചിട്ടുള്ള മനുഷ്യരോട് ഇടപെടുന്ന രീതി, അതൊരു വലിയൊരു മോഡലാണ്, ഒരു പുസ്തകമാണ്. കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു രോഗികൾക്കാണ് അദ്ദേഹത്തെ കൂടുതൽ അവിടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് എത്രമാത്രം കോൺഫിഡൻസിലേക്കും ജീവിതത്തിലേക്കും വന്നിട്ടുള്ള മനുഷ്യരാണ് ആയിരക്കണക്കിന്. ജോർജ് പി അബ്രഹാമിന്റെ ജീവിതം ഒരു വലിയൊരു മോഡൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി മോഡലാണ് അദ്ദേഹത്തിന്റെ.